പ്രതിസന്ധി ഒഴിയാതെ സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകൾ സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും സ്റ്റോക്ക് തീർന്നിട്ട് മാസങ്ങൾ കഴിയുകയാണ്. കോഴിക്കോട് മാവൂർ റോഡിലെ സപ്ലൈകോ സ്റ്റോറിൽ നിന്നും ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, അല്പസമയം മുമ്പ് രശ്മി പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ പൂർണ്ണമായും കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എത്തിക്കഴിഞ്ഞു. കാരണം സാധനങ്ങൾ കിട്ടാനില്ല, സബ്സിഡി സാധനങ്ങളില്ല. ഇവിടെ തിരുവനന്തപുരം പഴവങ്ങാടി ഔട്ട്ലെറ്റിൽ ആകെ സബ്സിഡി സാധനങ്ങളായിട്ടുള്ളത് ചെറുപയർ മാത്രമാണ്. മറ്റ് സാധനങ്ങളൊക്കെയും പൊതുവിപണിയിൽ കിട്ടുന്ന അതേ വിലയിലാണുള്ളത്. ഒരു പക്ഷേ ഈ ചെറുകിട കച്ചവടക്കാർ നൽകുന്നതിനേക്കാളും കൂടിയ വിലയ്ക്കാണ് അവിടെ ഉള്ളത്. കാരണം അത്രത്തോളം സർക്കാർ കൈയൊഴിഞ്ഞു കഴിഞ്ഞു ഈ സപ്ലൈകോയോ. അവിടെ സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ജനങ്ങളും സ്വാഭാവികമായും അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു അവസ്ഥ. എന്താണ് ഇപ്പോൾ നിലവിൽ മാവൂർ റോഡിലെ സ്റ്റോറിലാണ് ആനന്ദ് ഉള്ളത്? അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? KP കോഴിക്കോട് മാവൂർ റോഡിലുള്ള സപ്ലൈകോ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഈ റാക്കുകളെല്ലാം ഒഴിഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ആളുകൾ വളരെ കുറവ് മാത്രം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം കാത്തിരുന്നിട്ട് പോലും ആളുകൾ തീരെ വരാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, റാക്കിലെല്ലാം സാധനങ്ങൾ വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും നമ്മളോട് ഇപ്പോൾ ചേരുന്നത് സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ചേച്ചി നമസ്കാരം. സബ്സിഡി സാധനങ്ങളെല്ലാം കിട്ടിയോ? ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ വെളിച്ചെണ്ണ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ചെറുപയർ കടല എല്ലാം ഉണ്ട്. ഇവിടെ സബ്സിഡി വിലയല്ല. എങ്ങനെയാണ് വീട്ടിലെ കുടുംബത്തെ താളം തെറ്റുന്നുണ്ട്? ഉണ്ട്. അരി ഇങ്ങനെ വില കൂടി കണ്ട് വില കൂടാൻ പോകുന്നത് കണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഞാൻ അരി ഉണ്ടാവും നോക്കി വന്നതാണ്, സബ്സിഡി അല്ല. തീർച്ചയായും KP അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ കോഴിക്കോട് മാവൂർ റോഡിലെ സപ്ലൈകോ സ്റ്റോറുള്ളത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ സ്റ്റോറിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആളുകളെല്ലാം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ 3 മാസമായി വെളിച്ചെണ്ണ മാത്രമാണ് ഈ ജില്ലകളിലെ സബ്സിഡി ഇനത്തിൽ മാത്രം കിട്ടുന്ന ആയിട്ടുള്ളത്. വെളിച്ചെണ്ണ മാത്രം. അതും വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് ഏകദേശം 138ഓളം രൂപയാണ് വില വരുന്നത് സബ്സിഡിയായിട്ട്. പൊതുവിപണിയിൽ പക്ഷേ ഇതിലും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം, റാക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഏകദേശം 13 ഇനങ്ങളാണ് സബ്സിഡി ഇനത്തിൽ ലഭ്യമായിരുന്നത്. ഈ ഒരു ഓണത്തിന് ശേഷം ഈ സബ്സിഡി ഇനങ്ങൾ ഓരോന്നായി കുറയ്ക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന സബ്സിഡി സാധനങ്ങളേ ഉള്ളൂ. അതും പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയാണുള്ളത് അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പഴവങ്ങാടി ഔട്ട്ലെറ്റിലേക്കാളും പരിതാപകരമായൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു മാവൂർ റോഡിലെ ഔട്ട്ലെറ്റിലുള്ളത്. കാരണം തീരെ സാധനങ്ങളില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ആൾക്കാരും വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അവിടേക്ക് വരുന്നുള്ളൂ അല്ലേ? തീർച്ചയായും KP വിരലെണ്ണാവുന്ന ആളുകൾ പോലും ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് നേരെ വ്യക്തമായി കാണുന്ന പോലെ തന്നെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതായത് പ്രത്യേകിച്ച് അരി, പഞ്ചസാര തുടങ്ങിയ അത്യന്താപേക്ഷമായിട്ടുള്ള വസ്തുക്കൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഉള്ളതാവട്ടെ കടകളിൽ നിന്ന് ലഭിക്കുന്ന പൊതുവിപണിയിലേക്കാൾ ചിലത് കൂടിയതും ചിലത് കുറഞ്ഞതുമായില്ല, അല്ലെങ്കിൽ പൊതുവിപണിയോട് സമീകരിക്കുന്ന വിലയുള്ള വസ്തുക്കൾ തന്നെയാണ്. പ്രീമിയം ക്വാളിറ്റി ഐറ്റങ്ങൾ മാത്രം ഉള്ള ഒരു സാഹചര്യം. അതുപോലും പല റാക്കുകളിലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സപ്ലൈകോനെ ആശ്രയിക്കുന്നത് വറ്റൽമുളകിനാണ്. കാരണം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതായത് 1 കിലോന് ഏകദേശം പുറത്ത് പൊതുവിപണിയിൽ 220 രൂപ ആണ് വറ്റൽമുളകിന്റെ വിലയെങ്കിൽ സബ്സിഡി ഇനത്തിൽ ഏകദേശം 75 രൂപയ്ക്ക് വറ്റൽമുളക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 മാസമായി വറ്റൽമുളകുകളിൽ ഒന്നുപോലും, അതായത് തീരെ ലഭിക്കാനില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് സ്റ്റോറുകളിൽ നിന്നാണ് വരുന്ന ഓരോ ആളുകളും പറയുന്നത്. മാത്രമല്ല, ഈ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിൽക്കുന്ന ഉത്സവ ചന്തകൾ കൃത്യമായിരുന്നു. പക്ഷേ ഈ ഒരു കുറച്ച് വർഷങ്ങളായി ആ ഉത്സവ ചന്തകൾ പോലും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണവും സാധാരണക്കാരന്റെ പക്ഷത്തുണ്ട്. നമുക്കറിയാം, സംസ്ഥാനം ആ തലത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയിൽ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് തന്നെ ആവട്ടെ, വില കൂടുന്ന ഒരു സാഹചര്യം. സാധാരണക്കാരന്റെ ഏക ആശ്രമമായിട്ടുള്ള സപ്ലൈകോ സ്റ്റോറിൽ പോലും അത്തരത്തിൽ ആളുകൾക്ക് കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയുള്ള. എന്തായാലും എത്രയും സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരു നടപടി എടുത്തില്ലെങ്കിൽ സാധാരണക്കാരന്റെ നട്ടലൊടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KP ആനന്ദ്, ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെയാണ് ഈ കിറ്റുകളൊക്കെയും ആർഭാടപൂർവ്വം കൊണ്ട് നടന്ന് വിതരണം ചെയ്യുന്നൊരു സമീപനം ഇടതുപക്ഷ പ്രവർത്തകർ, ഇടതുപക്ഷ നേതാക്കളൊക്കെയും സ്വീകരിച്ചത്. അതായത് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോവുക. ആ സമയത്ത് സപ്ലൈകോക്കെ നിറഞ്ഞൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പഴയതിനേക്കാളും
ശോചനീയമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഭക്ഷ്യമന്ത്രി തന്നെ ഇതിൽ ക്ഷുഭിതനായി അല്ലെങ്കിൽ ഇതിൽ വളരെ വേദനയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും തുറന്നു പറയേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. അതായത് ഭക്ഷ്യമന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു നിർസാക്ഷ്യം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായും KP, നമുക്കറിയാം ഈ ബഡ്ജറ്റിൽ സപ്ലൈക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുക തന്നെയാണെന്നുള്ളൊരു ആരോപണം തന്നെ ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ഉയരുകയും രഹസ്യമായി തന്നെ അത്തരത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നൂറുകണക്കിന് കോടി രൂപ സബ്സിഡികൾ അതായത് കൊടുക്കാൻ കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുക ഈ സബ്സിഡി അതായത് ഈ സപ്ലൈകോ മേഖലയിലേക്ക് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിൽ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു എതിർപ്പും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഗിമ്മികൾ വഴി ഇലക്ഷനോട് നേരിടുന്ന എല്ലായ്പ്പോഴും LDF-ന്റെ ഒരു സ്വഭാവം തന്നെയാണ്. അത്തരത്തിൽ ആ ഇലക്ഷൻ സമയത്ത് ചില ഗിമ്മികൾ കാണിച്ചുകൊണ്ട് ചില തട്ടിക്കൂട്ട് രീതികൾ കൂടെ തന്നെ വോട്ട് പിടിക്കാനുള്ള ഒരു രീതികൾ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ സ്ഥിതി പറയുന്നത് വളരെ പരിതാപകരമാണെന്നുള്ള എല്ലാ അടിസ്ഥാന മേഖലകളെയും നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ പോലും കുത്തനെ വിലയുയർന്ന ഒരു സാഹചര്യം. അരിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പൊതുവിപണിയിൽ പോലും കഴിഞ്ഞ 1-2 മാസത്തിനകത്ത് ഏകദേശം 15 രൂപ പോലും ഓരോ അരിയിനത്തിലും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സാധാരണക്കാരന് റേഷൻ കടകളല്ലാതെ മറ്റൊരു മാർഗങ്ങളുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ല, നമുക്കറിയാം ക്ഷേമ പെൻഷനുകളാവട്ടെ. അപ്പോൾ അത്തരത്തിൽ അടിസ്ഥാന വർഗ്ഗങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അതായത് തങ്ങൾ അധികാരത്തിലേറി കഴിഞ്ഞാൽ വിലവർധന തീർച്ചയായും ഒഴിവാക്കും, അല്ലെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്നുള്ള ഈ പ്രഖ്യാപനങ്ങളെല്ലാം തീർച്ചയായും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എത്രയും പെട്ടെന്ന് കാര്യക്ഷമമായി തന്നെ സംസ്ഥാനം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ആളുകളെല്ലാം വളരെ ദുരിത കയത്തിലേക്ക് എത്തിച്ചെല്ലും അല്ലെങ്കിൽ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KP.